साहिब ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं. എല്ലാ മക്കളും സുഖമായിരിക്കുന്നല്ലോ. എല്ലാ മക്കളും വെക്കേഷനും ഒക്കെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. റെഡി അല്ലേ മക്കളെ? യെസ്, ഇനി നമുക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമേ സ്കൂൾ തുറക്കാനുള്ളൂ. റെഡി അല്ലേ മക്കളെ? യെസ്, അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ആ ഒരു പുസ്തകം ഒന്നും എത്തിയിട്ടില്ല. എന്താണ് സിലബസ്? പുതിയ സിലബസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ പല കുട്ടികളും ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചൊക്കെ ചോദിക്കാറുണ്ട്, മാഷെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, പ്രയാസമുള്ള ആ സിലബസ് ആയിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു ഉത്തരവുമായിട്ടാണ് മാഷ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. പുതിയ സിലബസിൽ നമ്മൾ എന്തെല്ലാം പഠിക്കണം എന്നുള്ളതാണ് മാഷ് ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പേടിയൊക്കെ മാറും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ 7ാം ക്ലാസ്സിൽ USS പോലെയുള്ള പരീക്ഷയൊക്കെ എഴുതാനുള്ള മക്കളാണ്. അപ്പൊ നിങ്ങൾ പേടിക്കണം മക്കളെ. എന്തെല്ലാമാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് എന്നുള്ളത്, ഹിന്ദിയിൽ എന്തെല്ലാം വരുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. റെഡി അല്ലേ മക്കളെ? യെസ്, അച്ഛാ ബച്ചോ ദേഖിയേ. നോക്കൂ മക്കളെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്തെല്ലാമാണ് ചോദിക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ശ്രദ്ധിച്ചോളൂ. ആദ്യമായി നമുക്ക് നമ്മുടെ പുതിയ സിലബസിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു ചോദ്യമായിരിക്കും ഗണ്ട് പടേ ഓർ പ്രശ്നോ ഉത്തർ ലിഖേ. ഒരു ഗണ്ണിക തരും അല്ലെ, ഒരു പാരഗ്രാഫ് എന്റെ മക്കൾക്ക് തരും. ആ പാരഗ്രാഫ് വായിച്ചതിന് ശേഷം പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം, അതായത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മോട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ചോദിക്കും. ഇതായിരിക്കും ഒരു പരീക്ഷയ്ക്ക് നമുക്ക് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. ഒരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കും. അതിനുള്ള ഉത്തരം പാരഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടെത്താൻ കഴിയും. അപ്പൊ നമ്മൾ പുറത്തിൽ നിന്നൊന്നും എന്ത് ചെയ്യേണ്ട, ഉത്തരം കണ്ടെത്തേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ അത് നമുക്ക് വളരെ ലളിതമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ജനറൽ ആയിട്ടും നമുക്ക് ചോദിക്കാം. ഏത് തരത്തിൽ ചോദിച്ചാലും എന്റെ മക്കൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാം. അതേപോലെ പിന്നെ ഉള്ളത് എന്താ, കവിതാംശ് ആശയ ലിഖേ. കവിതാംശ് അല്ലെ, കവിതയുടെ ആശയം എഴുതാൻ വേണ്ടിയിട്ട് പറയും. കവിത നമുക്ക് നമ്മുടെ പുതിയ സിലബസിൽ നല്ല നല്ല കവിതകളൊക്കെ വരാനുണ്ട്. അത് ടെക്സ്റ്റ് ബുക്ക് എന്റെ മക്കളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ നിന്നുള്ള കവിതയുടെ ഒരു ആശയം ചോദിക്കും. ക്ലിയർ അല്ല മക്കളെ? അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതൊക്കെ വരുന്ന ക്ലാസ്സുകളിലൂടെ സാർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ നിങ്ങളൊന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പിന്നെ പോസ്റ്റർ തയ്യാർ കരേ. എന്റെ മക്കൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5 മുതൽ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പോസ്റ്റർ എങ്ങനെ തയ്യാറാക്കാം എന്ന് പഠിച്ച എന്റെ മക്കൾക്ക് സിമ്പിൾ ആണ് പോസ്റ്റർ തയ്യാറാക്കാം. അപ്പൊ ഏത് തരത്തിലുള്ള പോസ്റ്റർ ചോദിച്ചാലും, നിങ്ങളുടെ സ്കൂളിലെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ചോദിക്കാം, നിങ്ങളുടെ സ്കൂളിലെ മറ്റു കലാപരിപാടിയുമായി, സ്പോർട്സ് ഡേ, അതേപോലെ ആർട്സ് ഡേ തുടങ്ങിയവുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കാം. അപ്പൊ ഏത് ചോദിച്ചാലും സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം എന്നൊക്കെ നമ്മുടെ സൈലം ഹിന്ദി ക്ലാസ് ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട. വാർത്താലാപ് നമുക്ക് ചോദിക്കാം അല്ലെ, വാർത്താലാപ് ഓപ്ഷനിലാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അത്തരത്തിൽ പ്രയാസമില്ലാത്ത രീതിയിലായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അതേപോലെ പിന്നെ 5ാമതായിട്ട് വരുന്നത് പ്രൊഫൈൽ നമ്മളോട് ചോദിക്കും അല്ലെ. ജീവനിക്ക അംശ് തയ്യാർ കരേ അല്ലെ, ഒരു പ്രൊഫൈൽ ചോദിക്കാം അല്ലെ. കൽപ്പന ചൗളയുടെ ഒക്കെ പ്രൊഫൈൽ കഴിഞ്ഞ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത്തരത്തിലുള്ള സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പ്രൊഫൈൽ നിങ്ങളോട് ചോദിക്കാനും നമുക്ക് സാധ്യതയുണ്ട്. അതേപോലെ ഡയറി അല്ലെ, ഡയറി എന്റെ മക്കൾ 6ാം ക്ലാസ്സിലൊക്കെ എഴുതിയതാണ്. വ്യത്യസ്തമായ നന്ന ഉല്ലുവിന്റെ ഡയറി ഒക്കെ എഴുതിയത് എന്റെ മക്കൾ ഓർക്കുന്നല്ലോ. യെസ്, അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡയറി നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. ആ ഡയറി എങ്ങനെ എഴുതാം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും തുടർന്നുള്ള നമ്മുടെ യൂട്യൂബ് ലൈവിലൊക്കെ. അപ്പൊ എന്റെ മക്കൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സമാചാർ പത്ര തയ്യാർ കരേ. അതേ സിമ്പിൾ ആയിട്ട് എന്റെ മക്കൾക്ക് നിങ്ങൾ കഴിഞ്ഞ പരീക്ഷയിലൊക്കെ 6ാം ക്ലാസ്സിലെ പരീക്ഷയിലൊക്കെ സമാചാർ പത്രം നമ്മൾ തയ്യാറാക്കിയതാണ്. അതുകൊണ്ട് അതും പ്രയാസം ഉണ്ടാവില്ല. അത് നമ്മുടെ പാഠഭാഗം ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. പത്ര തയ്യാർ കരേ. അതേപോലെ ചിത്രക്ക് ആധാർ പർ ക്രമബന്ധ് കരേ അല്ലെ, ചിത്രത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യും, ഒരു ചിത്രം തരും അല്ലെ. ആ ചിത്രം തന്നിട്ട് അതിന്റെ താഴെ എന്ത് ചെയ്യും, 4 സെന്റൻസ് ആക്കിയിട്ട് നമ്മളോട് തരും. അത് നമുക്ക് ആ ചിത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ക്രോഡീകരിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ആയിരിക്കും പറയുക. അത് ആ ചിത്രം കാണുമ്പോൾ തന്നെ ആദ്യം താഴെ പറയുന്നതിൽ ABCD എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് ക്രമപ്പെടുത്തി എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് പരീക്ഷയിൽ ചോദിക്കുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, പത്രമാണെങ്കിലും സമാചാർ പത്രമാണെങ്കിലും ഡയറി ആണെങ്കിലും പ്രൊഫൈൽ ആണെങ്കിലും അതേപോലെ ഏത് വന്നു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ പറഞ്ഞ കവിതാംശ ആശയാണെങ്കിലും പോസ്റ്റർ ആണെങ്കിലും വാർത്താലാപ്, ഇത്തരത്തിൽ ഏത് വന്നു കഴിഞ്ഞാലും സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയും.
കഴിയും. അത്തരത്തിൽ എഴുതാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന നമ്മുടെ സൈലത്തിന്റെ ഹിന്ദി ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പുതിയ സിലബസ് ആണല്ലോ സാറേ, എന്താണ് പഠിക്കേണ്ടത് ഒന്നും ഒരു ഐഡിയയും ഇല്ല എന്ന് പറയുന്ന മക്കളൊക്കെ എന്തായാലും ഈ വീഡിയോ കാണണം. കൃത്യമായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. തുടർന്നുള്ള വീഡിയോയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പാഠഭാഗം ബേസ് ചെയ്തുള്ള വീഡിയോയുമായി സാറ് വീണ്ടും വരും. അപ്പൊ എന്റെ മക്കൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെല്ലാം പഠിക്കണം എന്ന് നിങ്ങളുടെ കൂട്ടുകാരും ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്നവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പുതിയ സിലബസിലും വരാനുള്ളത്. അപ്പൊ എന്റെ മക്കളൊന്നും പേടിക്കണ്ട. പുതിയ സിലബസ് കിട്ടിയാൽ ഉടനെ തന്നെ സാർ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പരിചയപ്പെടുത്തി വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതിലൊക്കെ വെച്ച് ഇന്ന് നമ്മൾ പറഞ്ഞ 9 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഇത് വരും എന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് എഴുതാനാണ്, അല്ലെ ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ഏതാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ അല്ലേ, റെഡി അല്ലേ മക്കളെ? അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് നമ്മുടെ പുതിയ സിലബസിനെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുക. നമുക്ക് വീണ്ടും വരുന്ന വീഡിയോയിലൊക്കെ ഒരുമിച്ച് കാണാം. അപ്പൊ എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.